തേവലക്കരയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് ജനവാസ മേഖലകളിൽ വിഹരിക്കുന്ന പന്നികൾക്കായി തിരച്ചിൽ ആരംഭിച്ചത്. ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വൻ നാശം കാട്ടുപന്നികൾ ഉണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് കാട്ടുപന്നികളെ വേട്ടയാടാൻ തീരുമാനിച്ചത്. 7 ഷൂട്ടർമാരെ എത്തിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കഴിഞ്ഞ രാത്രിയാണ് ആറാട്ടുകുളത്തിന് സമീപം വെച്ച് കാട്ടുപന്നിയെ വെടിവെച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കാട്ടുപന്നികളെ പിടികൂടാൻ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി. പത്തനംതിട്ട സ്വദേശികളായ ഷൂട്ടർമാരെ നിയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പമുണ്ട്. സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ഇവിടെ പന്നി ആക്രമിച്ചിരുന്നു. വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിച്ചു. തേവലക്കര പഞ്ചായത്തിൽ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വ്യക്തമായ ഒരു ഉത്തരവിറങ്ങുകയും ഞങ്ങൾ ഇത്രയും ദൂരം ഓടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കേരള സംസ്ഥാന ആംസ് ലൈസൻസ് അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ഒരു യജ്ഞത്തിന്റെ ആദ്യ ഫലമാണ് ഈ കാണുന്നത്. ഏകദേശം 100 കിലോയ്ക്ക് അടുത്തുള്ള ഈ പന്നിയെ, ഒരു ആൺപന്നിയാണിത്. ഒരു പന്നിയെ തേവലക്കര എത്ര വാർഡ്? 4-5 വാർഡ് സമീപത്താണ് ഈ പന്നിയെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ യജ്ഞം വീണ്ടും തുടരുകയാണ്. അതുപോലെ എനിക്ക് 20 പഞ്ചായത്ത് പെർമിറ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് 1 മണിക്കൂർ കൊണ്ട് പന്നി എടുക്കാനുള്ള പെർമിറ്റ് തന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള നന്ദി ഞങ്ങൾ ഷൂട്ടേഴ്സ് ക്ലബിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് കാട്ടുപന്നികളെ പിടികൂടാൻ തീരുമാനിച്ചത്. വിഷയം മന്ത്രി ഷിബു ബേബി ജോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 3-4 ദിവസമായി ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തുകയും തേവലക്കരയിലെ കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന ഈ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ശല്യം അതിരൂക്ഷമായപ്പോൾ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അരുന്നല്ലൂരിലെ 3 വ്യക്തികൾക്ക് വളരെ വലിയ പരിക്കിന് കാരണമാകുകയും ചെയ്ത ഈ പന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇവിടുത്തെ പ്രിയപ്പെട്ട MLAയും നമ്മുടെ വനംവകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാവുകയും കഴിഞ്ഞ 3 ദിവസമായി തേവലക്കരയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നു, പരിശോധനയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തേവലക്കരയിലെ ജനങ്ങളുടെ സഹകരണം, തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഈ തിരച്ചിൽ നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.